നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഞ്ജന പൊതുവാൾ. നന്മയുടെയും സ്നേഹത്തിൻ്റെയും പൊൻകണിയും കൈനീട്ടവുമായി ഈ വിഷുക്കാലം ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷകൾ നൽകട്ടെ. എല്ലാവർക്കും സന്തോഷകരമായ ഒരു വിഷു ആശംസിക്കുന്നു. 2026 ഏപ്രിൽ 13 മുതൽ ഏപ്രിൽ 19 വരെയുള്ള കാലഘട്ടം ഓരോ കൂറുകാർക്കും എങ്ങനെയെന്ന് നോക്കാം. ഓരോ വ്യക്തിയുടെ ജനനസമയത്തിനും ജാതകത്തിലെ ദശാവഹാരങ്ങളെ അനുസരിച്ചും ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്രമായ ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മരംഗത്ത് ഗുണപരമായ മാറ്റങ്ങളും സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയും പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. ഈ വാരത്തിൽ ഔദ്യോഗിക രംഗത്ത് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും അത് ഭാവിയിലേക്ക് ഗുണകരമാകും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും അനുകൂല നിലപാടുകൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ അനുകൂലമായ സമയമാണ്. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യത കാണുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് ഇൻ്റർവ്യൂകളിലും മത്സര പരീക്ഷകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുയോജ്യമാണ്. ദൂരയാത്രകൾ തൊഴിൽ സംബന്ധമായ ആവശ്യമായി വന്നേക്കാം. ബിസിനസ്സിൽ ചെറിയ നിക്ഷേപങ്ങൾ വഴി വലിയ ലാഭം കൊയ്യാൻ സാധിക്കുന്ന വാരമാണിത്. സാമ്പത്തിക നിലയിൽ കാര്യമായ പുരോഗതി അനുഭവപ്പെടും. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിത ലാഭം ലഭിക്കാൻ ഇടയുണ്ട്. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കുന്നത് ആശ്വാസം നൽകും. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. കുടുംബ സ്വത്തിൽ നിന്നോ പൈതൃകമായ സ്വത്തിൽ നിന്നോ ധനലബ്ധിക്ക് സാധ്യത കാണുന്നു. പുതിയ വാഹനം വാങ്ങാനോ വീട് പണി പൂർത്തിയാക്കാനോ ഉള്ള സാമ്പത്തിക സഹായം ലഭ്യമാകും. ദൈനംദിന ചിലവുകൾ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വാരം ഉചിതമല്ല. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന വാരമാണിത്. ദമ്പതികൾക്കിടയിലുള്ള പൊരുത്തക്കേടുകൾ മാറി ഐക്യം വർദ്ധിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ബന്ധുസമാഗമനത്തിന് സാധ്യത കാണുന്നു. ഇത് മനസ്സിന് ഉന്മേഷം നൽകും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ സൗന്ദര്യവൽക്കരണത്തിനോ വേണ്ടി സമയം കണ്ടെത്തും. ജീവിത പങ്കാളിയിൽ നിന്നും പൂർണ്ണ പിന്തുണ എല്ലാ കാര്യങ്ങളും ലഭിക്കും. കുടുംബത്തോടൊപ്പം ചെറിയ യാത്രകൾ പോകാൻ അവസരം ലഭിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. വിദേശത്തു നിന്നുള്ള ബന്ധുക്കളിൽ നിന്ന് സന്തോഷകരമായ വാർത്ത ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും. കലാകായിക രംഗങ്ങളിൽ കഴിവ് തെളിയിക്കാൻ ഒരവസരം വന്നുചേരും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല അറിയിപ്പുകൾ ലഭിക്കും. വായനയിൽ താൽപ്പര്യം വർദ്ധിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. എങ്കിലും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ വരാതെ ശ്രദ്ധിക്കുക. തൊഴിൽപരമായ നേട്ടം, സാമ്പത്തിക ഭദ്രത, പണം കടം കൊടുക്കുന്നതും അനാവശ്യ തർക്കങ്ങളിലും ജാഗ്രത. വ്യാഴാഴ്ച സൂര്യാസ്തമനത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് സമ്മിശ്രമായ ഫലം പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. ഈ വാരത്തിൽ മനസമാധാനവും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കുന്നതോടൊപ്പം അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ട വാരമാണിത്. ഈ ആഴ്ച ജോലിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം.
നിലവിലുള്ള ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം മേലധികാരികളിൽ നിന്ന് ലഭിക്കും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കഠിനാധ്വാനം ഫലം കാണുന്ന കാലമായതിനാൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ അത് താൽക്കാലികമായിരിക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തത പാലിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. ആസൂത്രിതമായ നീക്കങ്ങൾ ബിസിനസ്സിൽ ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട വാരമായിരിക്കും ഇത്. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നുചേരാൻ സാധ്യത കാണുന്നു. എന്നിരുന്നാലും ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായ ചിലവുകൾ വരാതെ നോക്കുക. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കും. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച ലാഭകരമായ ഇടപാടുകൾ നടത്താൻ സാധിക്കും. കുടുംബ ആവശ്യങ്ങൾക്കായി പണം ചിലവാക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തിക ഭദ്രത നിലനിൽക്കും. കടബാധ്യതകൾ തീർക്കാൻ അനുകൂലമായ സമയമാണ്. വീട് മോടി പിടിപ്പിക്കുന്നതിനായി പണം മാറ്റിവെക്കേണ്ടി വന്നേക്കാം. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധോപദേശം തേടുന്നത് ഉചിതമായിരിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ തിരിച്ചു വരാനും ഒത്തുചേരലുകൾ നടക്കാനും സാധ്യത കാണുന്നു. കുടുംബത്തോടൊപ്പം യാത്രകൾ പോകാൻ അവസരം ലഭിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ വീട്ടിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സുഹൃത്തുക്കളുടെ സഹായം അത്യാവശ്യ ഘട്ടങ്ങളിൽ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും പുലർത്താൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്ന വാരമാണിത്. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശന കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കും. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പ്രായോഗിക പരിശീലനത്തിൽ മികവ് തെളിയിക്കാൻ സാധിക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണെങ്കിലും ഭക്ഷണകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ കണ്ണിന് അസ്വസ്ഥതയോ ബുദ്ധിമുട്ടിച്ചേക്കാം. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക. തൊഴിൽപരമായ നേട്ടങ്ങളും കുടുംബത്തിൽ ഐശ്വര്യവും വർദ്ധിക്കുന്ന വാരമാണിത്. അമിതമായ ചിലവുകളും അനാവശ്യ തർക്കങ്ങളും നിയന്ത്രിക്കുക. വ്യാഴാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഇടപെടലുകളിലൂടെ തൊഴിൽപരമായും സാമ്പത്തികമായും മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കുന്ന വാരമാണിത്. തൊഴിൽ രംഗത്ത് ഈ വാരം നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ അവസരം ലഭിക്കും. മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റുകയും നിലവിലെ ജോലികൾ വേഗത്തിൽ തീർക്കാൻ സാധിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. സാങ്കേതികമായി ഉയർന്ന ജോലികളിൽ ഉള്ളവർക്ക് പുതിയ ചുമതലകൾ ലഭിച്ചേക്കാം. ജോലിയിൽ ഉണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങൾ മാറി കൂടുതൽ വ്യക്തത കൈവരും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ചില പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ഒപ്പിടാൻ അവസരം വരും. വിദേശബന്ധമുള്ള തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. ബിസിനസ് വിപുലീകരണത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ഈ വാരം ശുഭകരമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. വരുമാനത്തിൽ വർധനവുണ്ടാകുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പുതിയ നിക്ഷേപങ്ങൾക്ക് ഈ ആഴ്ച വളരെ അനുയോജ്യമാണ്. കടം കൊടുത്ത തുക തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. സ്വർണം അല്ലെങ്കിൽ ഭൂമി പോലുള്ള വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്.
കുടുംബപരമായ ആവശ്യങ്ങൾക്കായി പണം ചിലവാക്കേണ്ടി വരും. സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത പാലിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. വലിയ തുകകൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും. ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ അടുപ്പം അനുഭവപ്പെടും. കുടുംബാംഗങ്ങളോടൊപ്പം യാത്രകൾ പോകാൻ അവസരം ലഭിക്കും. പഴയ സൗഹൃദങ്ങൾ പുതുക്കാൻ സാധിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ സാധിക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൈവരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാനുമായ അധ്വാനം ആവശ്യമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ലഭിക്കും. ഉന്നത പഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. സാങ്കേതിക പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. എങ്കിലും ജീവിതശൈലിയിൽ അല്പം ശ്രദ്ധ വേണം. ദഹന പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം വർദ്ധിക്കുകയും തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടി വരികയും ചെയ്യും. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഉത്തമമായിരിക്കും. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. പുണർദം അവസാനകാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വാരം തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും അവയെ സമർത്ഥമായി മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിസ്ഥലത്ത് മേലധികാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഠിനാധ്വാനം അനിവാര്യമാണ്. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമായ പല അവസരങ്ങളും മുന്നിലെത്തും. സഹപ്രവർത്തകരിൽ നിന്ന് സഹകരണം ലഭിക്കാൻ അല്പം പ്രയാസപ്പെട്ടേക്കാം. ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ തൊഴിൽ മേഖലകളിൽ ഒഴിവാക്കുക. ബിസിനസ് ചെയ്യുന്നവർ പുതിയ പങ്കാളികളെ കണ്ടെത്തുമ്പോഴോ നിലവിലുള്ള കരാറുകൾ പുതുക്കുമ്പോഴോ ശ്രദ്ധ പുലർത്തുക. ബിസിനസ്സിലെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കരുതലോടെ നീങ്ങേണ്ട വാരമാണിത്. അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കായി പണം ചെലവാക്കാതിരിക്കുക. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ ലാഭം ലഭിക്കും. എങ്കിലും പുതിയ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ അത്ര അനുകൂലമല്ല. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും കഴിവതും ഒഴിവാക്കുക. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. വീട്ടിനുള്ളിൽ ചെറിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. എന്നാൽ അവ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമായി വരും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബന്ധം കൂടുതൽ മനോഹരമാക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ഈ വാരം മികച്ചതാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ അലങ്കാരങ്ങൾക്കോ വേണ്ടി ചെറിയ തോതിൽ പണം ചെലവഴിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് ഈ വാരം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ശാസ്ത്രീയമായ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് പുതിയ ഗവേഷണങ്ങളിൽ മികവ് തെളിയിക്കാൻ സാധിക്കും. ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾക്ക് സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ഇടവേളകളിൽ വിശ്രമമെടുക്കാനും ആവശ്യത്തിന് ഉറങ്ങാനും ശ്രമിക്കുക. ക്ഷമയോടെയും സാമർത്ഥ്യത്തോടെയും കാര്യങ്ങൾ നീക്കിയാൽ തൊഴിൽപരവും കുടുംബപരവുമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കും. സാമ്പത്തിക ഇടപാടുകളിലും അനാവശ്യ തർക്കങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും താര വഴിപാടായി കഴിപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഭാഗ്യവും വിജയവും കൂടെയുള്ളതിനാൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ സാധിക്കുന്ന സമയമാണിത്.
ചിങ്ങക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് ഈ വാരം വളരെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യത കാണുന്നു. മേലധികാരികളിൽ നിന്ന് വലിയ പ്രോത്സാഹനം ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നുചേരും. കല, സാഹിത്യം, മാധ്യമരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ആത്മവിശ്വാസത്തോടു കൂടിയുള്ള നിങ്ങളുടെ ഇടപെടലുകൾ തൊഴിൽ മേഖലയിൽ വലിയ വിജയം കൊണ്ടുവരും. സഹപ്രവർത്തകരുമായി ബന്ധം ഊഷ്മളമായി തുടരും. ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ നിലവിലുള്ളത് വിപുലീകരിക്കാനോ അനുയോജ്യമായ സമയമാണ്. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ ലാഭകരമായി മാറും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ചില പദ്ധതികൾ പുനരാരംഭിക്കാൻ സാധിക്കും. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടായേക്കാവുന്ന വാരമാണിത്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യ ചിലവുകൾ വരാതെ ശ്രദ്ധിക്കുക. കുടുംബസ്വത്തോ വസ്തുക്കളോ വിൽക്കുന്നതിലൂടെ ധനലാഭം ഉണ്ടായേക്കാം. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കും. വീടിൻ്റെ അലങ്കാരത്തിനോ അറ്റകുറ്റപ്പണികൾക്കോ ആയി പണം മാറ്റിവെക്കേണ്ടി വന്നേക്കാം. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധോപദേശം തേടുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളെ സന്ദർശിക്കാനും കുടുംബത്തിൽ ചെറിയ ആഘോഷങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രകളോ വിനോദയാത്രകളോ പോകാൻ അവസരം ലഭിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും. പുതിയ അതിഥികൾ വീട്ടിലേക്ക് വരാൻ സാധ്യത കാണുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കുടുംബത്തിൽ വലിയ വില ലഭിക്കും. മൊത്തത്തിൽ ഐശ്വര്യപൂർണമായ അന്തരീക്ഷമായിരിക്കും വീട്ടിൽ അനുഭവപ്പെടുക. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പഠനകാര്യങ്ങളിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാനുള്ള സാധ്യതയുണ്ട്. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യം വർദ്ധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശന കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാം. പൊതുവെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. എങ്കിലും കണ്ണിനോ തൊണ്ടയ്ക്കോ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ യാത്രകൾ ഒഴിവാക്കുന്നതും ധാരാളം വെള്ളം കുടിക്കുന്നതും ഉന്മേഷം നൽകും. എല്ലാ മേഖലകളിലും അനുകൂലമായ ഫലങ്ങളും മനസ്സിന് സന്തോഷവും നൽകുന്ന വാരമാണിത്. സംസാരത്തിൽ മിതത്വം പാലിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. വ്യാഴാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ഞായറാഴ്ചകളിൽ സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ആഴ്ചയിൽ തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളും സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയും പ്രതീക്ഷിക്കാം. വളരെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ ഈ വാരത്തിൽ ദൃശ്യമാകും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അനുകൂലമായ സമയമാണിത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽപരമായ തടസ്സങ്ങൾ നീങ്ങുന്നതായി കാണുന്നു. തൊഴിൽ രഹിതർക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്താം. തൊഴിൽപരമായ യാത്രകൾ ഈ വാരത്തിൽ ഗുണകരമായി ഭവിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പ്രൊജക്റ്റുകൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും സഹപ്രവർത്തകരുടെ രഹസ്യ നീക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളിൽ ഒപ്പിടാനും വിപുലീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാനും ഈ സമയം അനുയോജ്യമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുകയും പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നത് ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. സാമ്പത്തികമായി നോക്കിയാൽ ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. ധനവരവ് വർദ്ധിക്കുമെങ്കിലും അതിനോടൊപ്പം തന്നെ അപ്രതീക്ഷിത ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമാകും. വസ്തുവോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങാൻ സാധിക്കും. കുടുംബത്തിലെ ശുഭകർമ്മങ്ങൾക്കായി പണം ചിലവഴിക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി പണം പാഴാക്കുന്നത് നിയന്ത്രിക്കേണ്ടതുണ്ട്. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. ബാങ്ക് ലോണുകൾക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതം സമാധാനപരമായി മുന്നോട്ടു പോകും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും. ബന്ധുക്കളുമായി നിലനിന്നിരുന്ന പഴയ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യത കാണുന്നു. സുഹൃത്തുക്കളുടെ സഹായം ആവശ്യമുള്ള ഘട്ടങ്ങൾ ലഭ്യമാകും. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ ആലോചനകൾ വരാൻ സാധ്യത കാണുന്നു. വീട് പുതുക്കിപ്പണിയാനോ അലങ്കരിക്കാനോ ഉള്ള തീരുമാനങ്ങൾ എടുത്തേക്കാം. കുടുംബത്തോടൊപ്പം ചെറിയ യാത്രകൾ പോകാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ വാരം മികച്ച ഫലങ്ങൾ നൽകുന്നു. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി അനുകൂല സാഹചര്യം ഒരുങ്ങും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകും. അധ്യാപകരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പ്രായോഗിക പരിശീലനങ്ങളിൽ മികവ് തെളിയിക്കാൻ സാധിക്കും. ദഹന സംബന്ധമായ അസ്വസ്ഥതകളോ ഉദരരോഗങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽപരമായ നേട്ടങ്ങളും കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയും സന്തോഷം പകരും. പണം കടം കൊടുക്കുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും ഒഴിവാക്കുക. ബുധനാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളും സാമ്പത്തികമായി വലിയ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വാരമായിരിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവിനും അധ്വാനത്തിനും അർഹമായ അംഗീകാരം ലഭിക്കും. മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുകയും പുതിയ ചുമതലകൾ നൽകുകയും ചെയ്യും. ജോലിസ്ഥലത്ത് നിലനിന്നിരുന്ന പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സഹപ്രവർത്തകരുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും. വിദേശ ബന്ധമുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വാരം വലിയ മുന്നേറ്റമുണ്ടാക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിൽ ലഭിക്കാൻ സാധ്യത കാണുന്നു. തൊഴിൽ സംബന്ധമായ യാത്രകളിൽ നിന്നും ഗുണപരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ വിപണി കണ്ടെത്താനും ഉപഭോക്താക്കളെ ആകർഷിക്കാനും കഴിയും. പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. സാമ്പത്തികമായി ഏറെ ഗുണകരമായ ഒരു വാരമാണിത്. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ആദായം ലഭിക്കാൻ സാധ്യത കാണുന്നു. അപ്രതീക്ഷിതമായി കൈവരുന്ന ധനനേട്ടം പഴയ കടബാധ്യതകൾ തീർക്കാൻ സഹായിക്കും. വസ്തു ഇടപാടുകളിലോ വാഹന വിൽപ്പനയിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം ലഭിക്കാം. അനാവശ്യ ധൂർത്ത് ഒഴിവാക്കിയാൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സാധിക്കും. കുടുംബത്തിലെ ആവശ്യങ്ങൾക്കായി പണം ചിലവഴിക്കേണ്ടി വരുമെങ്കിലും അത് നിങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിക്കില്ല. സ്വർണ്ണാഭരണങ്ങളോ വീട്ടുപകരണങ്ങളോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. വലിയ നിക്ഷേപങ്ങൾക്ക് മുതിരുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. പങ്കാളിയുമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കുന്നത് ബന്ധം ദൃഢമാക്കും. കുട്ടികളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ വീട് മോടിപിടിപ്പിക്കാനോ സാധിക്കും. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാം. പുതിയ വീട് വാങ്ങാനോ സ്ഥലം മാറ്റത്തിനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ ഇടയുണ്ട്. കുടുംബത്തിലെ വിശേഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. വീട്ടിലെ മുതിർന്നവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി വിട്ടുവീഴ്ചാ മനോഭാവം കാട്ടുന്നത് നല്ലതാണ്.
വിദ്യാർത്ഥികൾക്ക് ഈ വാരം വളരെ ഉന്മേഷപ്രദമായിരിക്കും. പഠനകാര്യങ്ങളിൽ അലസത മാറി ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അറിവ് വർദ്ധിപ്പിക്കാനും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും കഴിയും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ച സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യത കാണുന്നു. കമ്പ്യൂട്ടർ കോഴ്സുകളോ സാങ്കേതിക വിഷയങ്ങളോ പഠിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് യോഗയും പ്രാണായാമവും ശീലിക്കുന്നത് ഉത്തമമായിരിക്കും. ഉറക്കക്കുറവോ ചെറിയ തലവേദനയോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ വിശ്രമം അത്യാവശ്യമാണ്. സാമ്പത്തികമായ അഭിവൃദ്ധിയും ജോലിയിൽ പുതിയ ഉയർച്ചകളും കൈവരും. സാമ്പത്തിക ഇടപാടുകളിൽ രേഖാമൂലം മാത്രം നടത്തുക. ബുധനാഴ്ച സൂര്യാസ്തമയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. വിശാഖം അവസാനക്കാൽ. അനിഴം തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. കഠിനാധ്വാനത്തിലൂടെ തടസ്സങ്ങളെ അതിജീവിച്ച് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കുന്ന വാരമാണിത്. തൊഴിൽ രംഗത്ത് ഈ ആഴ്ച വളരെ തിരക്കേറിയ ഒന്നായിരിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തുന്നത് നിങ്ങളുടെ കഴിവിനെ തെളിയിക്കാൻ ലഭിക്കുന്ന മികച്ച അവസരമായി കാണുക. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം അപകടം വരുത്തിയേക്കാം. അതിനാൽ ഏൽപ്പിച്ച ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. കയറ്റം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രതിസന്ധികൾ ഉണ്ടായേക്കാമെങ്കിലും അവ തരണം ചെയ്യാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുന്നത് ഭാവിയിലെ നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം പകുതിയോടെ ചർച്ചകൾ തുടങ്ങാവുന്നതാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്നത് വലിയ ആശ്വാസമാകും. എങ്കിലും ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുന്നത് ഈ സമയത്ത് ഉചിതമല്ല. വസ്തുവകകളിൽ നിന്നോ കുടുംബസ്വത്തിൽ നിന്നോ അപ്രതീക്ഷിതമായ ലാഭം ലഭിക്കാൻ സാധ്യത കാണുന്നു. പുതിയ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. ബാങ്ക് വായ്പകൾക്കായി അപേക്ഷിച്ചവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യത കാണുന്നു. കൃത്യമായ പ്ലാനിങ്ങിലൂടെ സാമ്പത്തിക അച്ചടക്കം നിലനിർത്താൻ സാധിക്കും. കുടുംബജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും. പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ വിരുന്നുകാർ എത്താനോ സാധ്യത കാണുന്നു. സഹോദരങ്ങളുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. വീട് പുതുക്കിപ്പണിയാനോ വാഹനം വാങ്ങാനോ ഉള്ള ആലോചനകൾ നടക്കാൻ സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നത് മനസ്സിന് സമാധാനം നൽകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ വീണ്ടും അടുക്കാൻ ഈ വാരത്തിൽ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ വാരം മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് പ്രായോഗിക പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. അലസത വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്താൽ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കുന്ന വാരമാണിത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ശീലിക്കുക. കാര്യതടസ്സങ്ങൾ നീങ്ങി മാനസിക സന്തോഷം കൈവരും. പണമിടപാടുകളിലും അപരിചിതരുമായുള്ള ഇടപെടലുകളിലും അതീവ ശ്രദ്ധ പുലർത്തുക. വ്യാഴാഴ്ച സൂര്യാസ്തമനത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് ഈ വാരം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിലൂടെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും സാധിക്കുന്ന ഒരു വാരമാണിത്. തൊഴിൽ മേഖലകളിൽ വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം മേലധികാരികളിൽ നിന്നും ലഭിക്കും.
ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യത കാണുന്നു. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമായ അറിയിപ്പുകൾ ലഭിച്ചേക്കാം. ജോലിസ്ഥലത്തെ മത്സരങ്ങളിൽ നിങ്ങൾ വിജയിക്കും. എന്നാൽ സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ വിനയം പുലർത്താൻ ശ്രദ്ധിക്കുക. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കുന്നത് കരിയറിൽ വലിയ ഗുണം ചെയ്യും. തൊഴിൽ സംബന്ധമായ യാത്രകൾ ഫലപ്രദമാകും. ഗവൺമെൻറ് കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ വിപണി കണ്ടെത്താനും ലാഭം വർദ്ധിപ്പിക്കാനും സാധിക്കും. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ തേടി വരാമെങ്കിലും ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക. സാമ്പത്തികമായി മികച്ച നിലവാരം പുലർത്താൻ ഈ ആഴ്ച സാധിക്കും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാൻ സാധ്യത കാണുന്നു. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കും. ഭൂമി ഇടപാടുകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വീട് വാങ്ങാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. എങ്കിലും ആഴ്ചയുടെ മധ്യത്തോടെ ചില അനാവശ്യ ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുമ്പോൾ ശ്രദ്ധിക്കുക. വായ്പകൾ തിരിച്ചടക്കാൻ സാധിക്കുന്നത് മനസ്സിന് സമാധാനം നൽകും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വാരമാണിത്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ പിന്തുണ പല കാര്യങ്ങളിലും വലിയ ശക്തിയാകും. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം വിനോദയാത്രകളോ തീർത്ഥയാത്രകളോ പോകാൻ സാധ്യത കാണുന്നു. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറി ബന്ധം ദൃഢമാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ സന്ദർശിക്കാൻ വരുന്നത് സന്തോഷമേകും. വീട്ടിൽ അതിഥികൾ വരാൻ സാധ്യതയുള്ളതിനാൽ തിരക്കേറിയ സമയമായിരിക്കും. വീട് മാറ്റത്തിനോ നവീകരണത്തിനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കും. സമൂഹത്തിൽ അന്തസ്സും ആദരവും വർദ്ധിക്കും. പഴയ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും താല്പര്യവും അനുഭവപ്പെടും. കഠിനമായ വിഷയങ്ങൾ പോലും വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് മികച്ച കോളേജുകളിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ സാധിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. ക്രിയാത്മകമായ കഴിവുകൾ പുറത്തെടുക്കാൻ കോളേജ് തലങ്ങളിൽ അവസരം ലഭിക്കും. പൊതുവെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. എങ്കിലും കണ്ണിനോ പല്ലിനോ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ധാരാളം വെള്ളം കുടിക്കാനും വിശ്രമിക്കാനും ശ്രദ്ധിക്കുക. കാര്യവിജയവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. വഞ്ചനയിൽ പെടാതിരിക്കാൻ അപരിചിതരെ അമിതമായി വിശ്വസിക്കരുത്. ബുധനാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം നീങ്ങാൻ ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങളും വ്യക്തിപരമായ പുരോഗതിക്കും സാധ്യതയുണ്ടെങ്കിലും പദവികൾ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത വേണ്ട വാരമാണിത്. തൊഴിൽ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള വാരമാണിത്. ഏൽപ്പിച്ച ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തൊഴിൽ സംബന്ധമായ യാത്രകൾ നടത്തേണ്ടി വരും. ഇത് പുതിയ അവസരങ്ങൾ തുറന്നു നൽകും. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചെറിയ തോതിൽ മത്സരബുദ്ധി അനുഭവപ്പെട്ടേക്കാം. അത് കാര്യമാക്കാതെ മുന്നോട്ടു പോവുക. സർക്കാർ തലത്തിൽ ലഭിക്കേണ്ട പെർമിറ്റുകളും മറ്റും ഈ ആഴ്ച ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനമായ അധ്വാനത്തിന് അർഹമായ ഫലം ഉറപ്പായും ലഭിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുയോജ്യമായ സമയമാണ്. വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും പങ്കാളിയുമായി സാമ്പത്തിക കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വ്യക്തത വരുത്തുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായി മികച്ച ഗുണഫലങ്ങൾ ഈ ആഴ്ച അനുഭവപ്പെടും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്നത് വലിയ ആശ്വാസമാകും. വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ ആലോചിക്കുന്നവർക്ക്
ഈ വാരം ലാഭകരമായിരിക്കും. പുതിയ വാഹനമോ ഗൃഹോപകരണങ്ങളോ വാങ്ങാൻ പണം ചെലവാക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങളിൽ തുടക്കം കുറിക്കാൻ ഈ വാരം ഉചിതമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പങ്കാളിയുമായി ബന്ധം കൂടുതൽ ദൃഢമാകും. മക്കളുടെ വിവാഹ കാര്യങ്ങളിലോ ഉപരിപഠന കാര്യങ്ങളിലോ ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കും. വീട്ടിൽ ചെറിയ തോതിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ സമാധാനപരമായ സാഹചര്യം നിലനിൽക്കും. പഴയ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്നും സന്തോഷ വാർത്തകൾ ലഭിക്കും. പങ്കാളിയുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും. അയൽക്കാരുമായോ സുഹൃത്തുക്കളുമായോ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. ആത്മീയ കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നത് കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കും. അതിഥികളുടെ വരവ് വീട്ടിൽ തിരക്കും സന്തോഷവും കൊണ്ടുവരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി നേടാൻ സാധിക്കുന്ന വാരമാണിത്. ഏകാഗ്രതയോടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യം വർദ്ധിക്കും. പ്രവേശന പരീക്ഷകൾക്കോ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പ്രായോഗിക പരിശീലനങ്ങളിൽ തെളിയിക്കാൻ സാധിക്കും. കാലിനോ കൈമുട്ടിനോ ചെറിയ വേദനകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ആരോഗ്യകരമായ ഭക്ഷണക്രമം ശീലിക്കുക. ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ കൃത്യമായ വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കുക. ധനനേട്ടവും കുടുംബപരമായ സമാധാനവും കൈവരും. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ആഴ്ചയിൽ ജീവിതത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും കഠിനാധ്വാനത്തിലൂടെ തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് ഈ വാരം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലിയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ചില സൂചനകൾ ലഭിക്കുമെങ്കിലും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. ചിലപ്പോൾ മേലധികാരികളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായേക്കാം. എന്നാൽ നിങ്ങളുടെ ആത്മവിശ്വാസം കൈവിടരുത്. തൊഴിലന്വേഷകർക്ക് ചെറിയ അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അത് പ്രയോജനപ്പെടുത്താൻ കഠിനശ്രമം ആവശ്യമാണ്. പകുതിയോടെ തൊഴിൽപരമായ യാത്രകൾ ഗുണകരമായി ഭവിക്കും. ബിസിനസ്സിൽ പങ്കാളിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായി സൂക്ഷിക്കുക. സാമ്പത്തികമായി നോക്കിയാൽ ഈ ആഴ്ച മിതമായ ഫലങ്ങളാണ് നൽകുന്നത്. അപ്രതീക്ഷിത ചില ചെലവുകൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് വീട് അറ്റകുറ്റപ്പണികൾക്കോ യാത്രകൾക്കോ വേണ്ടി പണം ചിലവായേക്കാം. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വാരം ഒഴിവാക്കുന്നതാണ് ഉത്തമം. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവാക്കുന്നത് സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചേക്കാം. ഭൂമി ഇടപാടുകളിൽ നിന്ന് ചെറിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകുമെങ്കിലും നിസ്സാരമായ കാര്യങ്ങളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കുക. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. ബന്ധുക്കളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഈ ആഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ കരിയറിലോ നല്ല പുരോഗതി ദൃശ്യമാകും. ഇത് കുടുംബ സമാധാനം നൽകും. വീടുമായി ബന്ധപ്പെട്ട മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പഠനകാര്യങ്ങളിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമാണ്. പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാൻ താൽപ്പര്യം വർദ്ധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. എങ്കിലും അലസത പഠനത്തെ ബാധിക്കാതെ ശ്രദ്ധിക്കുക. സാങ്കേതിക മേഖലയിൽ പഠിക്കുന്നവർക്ക് പ്രായോഗികമായ അറിവുകൾ നേടാൻ സാധിക്കും. കലാരംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ
പുതിയ വേദികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിലും വിശ്രമത്തിലും ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുകയും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുകയും ചെയ്യും. സാമ്പത്തിക ഇടപാടുകളിലും വാഹന ഉപയോഗത്തിലും അതീവ ശ്രദ്ധ പുലർത്തുക. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ച ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളുതിരി വഴിപാടായി കത്തിക്കുന്നതും കാര്യതടസ്സം നീങ്ങാൻ ഉത്തമമാണ്. ഉത്രട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് ഈ വാരം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മനസമാധാനവും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന അനുകൂലമായ ഒരു വാരമായിരിക്കും ഇത്. ആഴ്ചയിൽ തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും അവ ഭംഗിയായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യത കാണുന്നു. തൊഴിൽ രഹിതർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ ഈ ആഴ്ച തേടിയെത്തേക്കാം. അനാവശ്യ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ായ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭവിഹിതം വർദ്ധിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പ്രൊജക്റ്റുകൾ പുനരാരംഭിക്കാൻ ഈ വാരത്തിൽ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട ഒരു വാരമാണിത്. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് സമ്പാദ്യം വർദ്ധിപ്പിക്കും. വീട് പുതുക്കിപ്പണിയുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനോ ഉള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ ഈ ആഴ്ച സാധ്യമാകും. സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യത കാണുന്നു. ബിസിനസ്സിൽ മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. കൃത്യമായ പ്ലാനിങ്ങിലൂടെ സാമ്പത്തിക ബദ്ധത ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയും. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന വാരമാണിത്. ദമ്പതികൾക്കിടയിലുള്ള ഐക്യം വർദ്ധിക്കും. കുട്ടികളുടെ പഠനകാര്യങ്ങളിലോ വിവാഹകാര്യങ്ങളിലോ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളോടൊപ്പം യാത്രകൾ പോകാനോ ഒത്തുചേരലുകൾ നടത്താനോ സാധിക്കും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളുമായി രമ്യതയിലാകാൻ ഈ സമയം അനുയോജ്യമാണ്. വീടിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയും സ്നേഹവും ലഭിക്കും. അയൽക്കാരുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്താൻ കഴിയും. ചെറിയ പിണക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന സമയമാണിത്. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് പ്രവേശനം ലഭിക്കാൻ അനുകൂലമായ സമയമാണിത്. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവരുടെ തടസ്സങ്ങൾ നീങ്ങും. ഏകാഗ്രതയോടെ പഠിക്കാൻ സാധിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കലാ കായിക രംഗത്ത് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. IT, മെഡിസിൻ തുടങ്ങിയ മേഖലകളിൽ പഠിക്കുന്നവർക്ക് പ്രായോഗിക പരിശീലനത്തിന് അവസരം ലഭിക്കും. വായനയിലും ഗവേഷണങ്ങളിലും കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. എങ്കിലും കണ്ണിനോ തൊണ്ടയ്ക്കോ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. കൃത്യസമയത്തുള്ള ആഹാരവും വ്യായാമവും ശീലമാക്കുക. ധനപരമായ നേട്ടങ്ങളും കുടുംബസുഖവും ഉണ്ടാകും. എന്നാൽ അമിതമായ ആത്മവിശ്വാസം കാരണം അബദ്ധങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച സൂര്യാസ്തമയത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. എല്ലാവർക്കും ആരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.